എല്ലാവർക്കും നമസ്കാരം. പ്രൊഡക്റ്റ് അവയർനെസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മൈ ലൈഫ് എന്ന കമ്പനിയുടെ ഒരു ബ്രാൻഡായ ആഗ്രോ പ്രൊഡക്റ്റ്, അതിലൊരു ഉൽപ്പന്നമായ എം ഐ വിയർ എന്ന ഉൽപ്പന്നത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം എം ഐ വിയർ എന്ന ഉൽപ്പന്നത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ നമുക്ക് കമ്പനിക്കുള്ള സർട്ടിഫിക്കേഷൻ ഒന്ന് മനസ്സിലാക്കാം. NPOP ആൻഡ് NOP സർട്ടിഫിക്കേഷൻ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഐഫോം സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. ഐഫോം സർട്ടിഫിക്കേഷൻ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനാണ്. കൂടാതെ G2 സർട്ടിഫിക്കേഷൻ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആഗ്രോ പ്രൊഡക്റ്റ് ആയുർവേദമായി ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ആഗ്രോ പ്രൊഡക്റ്റ് ആയുർവേദമായി ഡിസൈൻ ചെയ്തിരിക്കുന്നത് വൃക്ഷ ആയുർവേദവുമായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് വരുന്നത് ബയോസിമിനൻ്റ് ആക്റ്റിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് പ്രത്യേക ലൈസൻസിൻ്റെ ആവശ്യമില്ല. കാരണം ഇതൊരു വളം അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകം ലൈസൻസിൻ്റെ ഒരു ആവശ്യമില്ല. ഇത് വരുന്നത് ബയോസിമിനൻ്റ് ആക്റ്റിലാണ്. അപ്പോൾ ഇതിന് വേണ്ടത് 3 ടയർ സിസ്റ്റമാണ്. അപ്പം വൃക്ഷ ആയുർവേദമായി ഡിസൈൻ ചെയ്തിരിക്കുകയാണ് നമ്മളെ ആഗ്രോ പ്രൊഡക്റ്റ്. അപ്പോൾ എം ഐ വിയർ എന്ന ഉൽപ്പന്നം കമ്പനി ഇറക്കിയിരിക്കുന്നത് എം ഐ വിയർ കീടങ്ങളുടെയും പ്രാണികളുടെയും വംശവർദ്ധനവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. എന്നുവെച്ചാൽ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളിൽ നിന്നും ഇല കാർന്നു നിന്ന പ്രാണികളിൽ നിന്നും ചെടികളെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് എം ഐ വിയർ. ലാർവ, മൂഞ്ഞ, ഇലപ്പേനുകൾ, വെള്ളീച്ച, ശായ്ശല്യം എന്നിവയിൽ നിന്നും കൂടാതെ മൂട്ട, എലികൾ, പാറ്റ, ഈച്ച, കൊതുകുകൾ എന്നിവയിൽ നിന്നും എം ഐ വിയർ ചെടികളെ സംരക്ഷിക്കുന്നുണ്ട്. കൂടാതെ ധാന്യശേഖരങ്ങളിലെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും ഇത് ഉപയോഗിക്കാം. ധാന്യശേഖരങ്ങളിലൊക്കെ കീടങ്ങളുണ്ട്, അതിനുവേണ്ടി ഇത് ഉപയോഗിക്കാൻ സാധിക്കും. വളർത്തു പക്ഷികളിലുണ്ടാകുന്ന കീടങ്ങളെ ഇല്ലാതാക്കാനും എം ഐ വിയർ ഉപയോഗിക്കാം. കൂടാതെ കന്നുകാലികളിൽ ഉണ്ടാകുന്ന കീടങ്ങളെ ഇല്ലാതാക്കാനും എം ഐ വിയർ ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഉപയോഗിക്കുന്നത് കീടങ്ങളെ പ്രാണിയിൽ മുട്ടയിടരുത്. 2 ദിവസം മുതൽ 5 ദിവസത്തിന് ശേഷം കീടനാശിനി സ്പ്രേ ചെയ്യാൻ മികച്ച സമയം എന്ന് വെച്ചാൽ അമാവാസി കഴിഞ്ഞിട്ട് 5 ദിവസം മുതൽ 15ാമത്തെ ദിവസം വരെ 10 ദിവസം വരെ തുടർച്ചയായ ഉപയോഗത്തിലൂടെ നമുക്ക് ഇതിൽ പ്രാണികളെ ഇല്ലാതാക്കാൻ സാധിക്കും. എന്നുവെച്ചാൽ 5 മുതൽ 15 വരെ എന്നുവെച്ചാൽ ഇതിന് ഇടയിൽ 10 ദിവസം തുടർച്ചയായി എം ഐ വിയർ ഉപയോഗിക്കുക. വേറെ ഇത് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ചിതൽ ഇല്ലാതാക്കാൻ ഇതിന് ഉപയോഗിക്കാൻ സാധിക്കും. ചിതൽ ഇല്ലാതാക്കാൻ ഇത് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ തടി, ഫർണിച്ചറുകൾ, പഴയ വലിയ മരത്തിനെല്ലാം ഈ ചെതൽ കൂട് കെട്ടുന്നത്, അതിനൊക്കെ ഇല്ലാതാക്കാൻ ഇത് ഉപയോഗിക്കാനും ഇത് സാധിക്കും. എം ഐ സ്പ്രേ ഇതിനൊപ്പം മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യുക. എം ഐ വിയർ 2 ml എടുക്കുക 1 ലിറ്റർ വെള്ളത്തിൽ. എം ഐ സ്പ്രേ 0.5 1 ലിറ്റർ വെള്ളത്തിൽ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനുള്ളത്. കാരണം എം ഐ സ്പ്രേ ഇത് സ്പ്രെഡാക്കാനും കൂടുതൽ വ്യാപിക്കാനും വേണ്ടിയിട്ട് അത് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ അത് പെട്ടെന്ന് എല്ലാ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാനും ഒക്കെ വളരെയധികം അത് ഗുണം ചെയ്യും. വേറെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചെമ്പ്, കോപ്പർ, സൾഫർ ഇതിൻ്റെ കൂടെ ഒരു കാരണവശാലും ടച്ച് ചെയ്യാൻ സാധിക്കില്ല. വേറെ ഇത് ഉപയോഗിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ രാവിലെയോ വൈകുന്നേരമോ ഇത് ഉപയോഗിക്കണം. കാരണം ഇത് സൂര്യതാപം, പൊള്ളൽ പോലത്തെ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്നു. രാവിലെയോ അതിരാവിലെയോ വൈകുന്നേരമോ ഇത് ഉപയോഗിക്കാം. വേറെ നമുക്കിത് വേറെ ഒന്ന് മനസ്സിലാക്കാനുള്ളത്, ഇതിൽ എം ഐ പ്രൗഡ് ഒരു ഉൽപ്പന്നമുണ്ട്. അതിനെക്കുറിച്ച് ചേർത്ത് സംസാരിക്കും. എന്നാൽ പോലും നമ്മളിവിടുന്ന് അതിൻ്റെ ഒരു കാര്യങ്ങൾ കൂടി പറയാം. എം ഐ വിയറും എം ഐ പ്രൗഡും തമ്മിൽ ഒരു കാരണവശാലും മിക്സ് ചെയ്യാൻ പാടില്ല. വേറെ ഒന്നെന്ന് വെച്ചാൽ എം ഐ സിട്രിയും എം ഐ പ്രൗഡും ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല അല്ല. അപ്പോൾ ഇന്ത്യാഗ്രാം ഉൽപ്പന്നം കളനാശിനി ഉപയോഗിച്ച സ്പ്രേ പമ്പ്, അതിൽ അത് വൃത്തിയാക്കാതെ ഒന്നും ഇതിൽ ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായി വൃത്തിയാക്കിയതിന് ശേഷമേ ആ പമ്പ് ഉപയോഗിച്ചിട്ട് ഇത് സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കാവൂ.
അപ്പം ഇത്രയാണ് MIVR കുറിച്ച് സംസാരിക്കാനുള്ളത്. MIVR പ്രാണിശല്യം ഇല്ലാതാക്കാൻ, എന്ന് വെച്ചാൽ ഇല കാർന്നൊന്നും നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെയും ഇല്ലാതാക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു ഉൽപ്പന്നമാണ് MIVR. കൂടാതെ നമുക്ക് ചിതൽ പോലത്തെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കാൻ MIVR നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ ധാന്യശേഖരങ്ങളിലുള്ള കീടങ്ങളിലും കന്നുകാലികളില്ലാതെ പക്ഷികൾക്കുള്ള കീടങ്ങളും അതിൽ നിന്നും സംരക്ഷിക്കാൻ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ MI സ്പ്രേ കൂടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവാനും വ്യാപിക്കാനൊക്കെ വളരെയധികം സഹായിക്കും. അപ്പം ഇത് കമ്പനി ഇറക്കിയിരിക്കുന്നത് 250 മില്ലിയാണ് ഒരു ഏക്കറേക്കിലേക്ക് ഉപയോഗിക്കാനുള്ള രീതിയിൽ. അത് 2 ml ആണ് 1 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കേണ്ടത്. MI സ്പ്രേ ഇത് ഉപയോഗിക്കുമ്പോൾ അത് 0.5 ആണ്. അത് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ പ്രാണിശല്യം എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങി ഉപയോഗിക്കാം. നല്ല റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നല്ല ഒരു വിളകൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. താങ്ക് യു ഓൾ.